ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA BCom സെക്കൻഡ് സെമ്മിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1ഉം 2ഉം കഴിഞ്ഞു, 3 പറയാത്ത 3 നമുക്ക് പഠിക്കാനില്ല, നമ്മുടെ സിലബസിലിരുന്നില്ല. 4ാമത്തെ യൂണിറ്റാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ക്ലാസ് ചെയ്യുന്നത്. ആദർശ മാനവികതയുടെ സംഗീതം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. KP അപ്പൻ്റെ ലേഖനമാണിത്. 1936 മുതൽ 2008 വരെയാണ് KP അപ്പൻ്റെ കാലയളവ്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. മലയാള സാഹിത്യത്തിൽ 1960കളിൽ ആരംഭിച്ച ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തികമായ ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകനാണ് KP അപ്പൻ. സാഹിത്യകാരൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത, സ്വാതന്ത്ര്യബോധം എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ശുദ്ധ ലാവണ്യത്തിൻ്റെയും ആശയവാദത്തിൻ്റെയും വീക്ഷണങ്ങൾക്ക് പുതുജീവൻ കൊടുത്ത വ്യക്തിയാണ്. കഴിഞ്ഞ തലമുറയുടെ വിമർശനത്തിലുള്ള അതൃപ്തി, പുതിയതായി പലതും പകർത്താനുള്ള വെമ്പൽ, ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ തകർക്കാനുള്ള രോഷം, ഇവയൊക്കെ KP അപ്പൻ എന്ന നിരൂപകനിൽ സമ്മേളിച്ചിട്ടുണ്ട്, കൂടിച്ചേർന്നിട്ടുണ്ട്. അക്കാദമിക് വിമർശനത്തിനെതിരെയുള്ള കലാപം തൻ്റെ ദൗത്യമായി തന്നെ അദ്ദേഹം കണ്ടിരുന്നു. പുതിയ കൃതികളിലെ ഭാഷാപരമായ നവജീവൻ വിമർശകൻ ശ്രദ്ധിക്കേണ്ട സുപ്രധാന കാര്യങ്ങളിലൊന്നായിട്ട് അദ്ദേഹം എടുത്തുകാട്ടിയിട്ടുണ്ട്. വിമർശനത്തെ അദ്ദേഹം ആത്മാവിഷ്കാര കലയാക്കി മാറ്റുന്നു. വിമർശകൻ വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ അടിമയായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൃതികളുടെ വിശദീകരണമാണ് വിമർശകൻ്റെ ഒന്നാമത്തെ കർത്തവ്യമെന്ന് ന്യൂ ക്രിട്ടിക്കുകളെ പോലെ, അതായത് പുതിയ വിമർശകരെ പോലെ നവീന വിമർശകർ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആധുനിക മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ഏകാന്തത, സ്വാതന്ത്ര്യബോധം, നിസ്സംഗത തുടങ്ങിയ പ്രശ്ന സങ്കീർണതകളെ വ്യാഖ്യാനിക്കാനും വിമർശിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം KP അപ്പൻ്റെ നിരൂപണത്തിൽ ഒത്തുചേർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം തൻ്റെ ആത്മസൗന്ദര്യാത്മക ദർശനം കൊണ്ട് എഴുത്തുകാരൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. KP അപ്പനും ആധുനിക നിരൂപണവും എന്ന ഗ്രന്ഥത്തിൽ മലയാള സാഹിത്യ സൗന്ദര്യശാസ്ത്രപരമായ പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് 60കളിലും 70കളിലുമായി ആധുനിക വിമർശനത്തിൻ്റെ പിറവി ഉണ്ടാകുന്നത്. മാറുന്ന കാലഘട്ടത്തിൻ്റെ സൗന്ദര്യാഭിരുചി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ എഴുത്തുകാരുടെ രചനകളിലെ ദുർഗ്രഹതയെയും സങ്കീർണതകളെയും വിശദീകരിച്ചുകൊണ്ട് അവയെ ആഴത്തിൽ തൊട്ടറിഞ്ഞ് ആധുനിക വിമർശനം ശക്തിപ്പെട്ടു. KP അപ്പൻ, P രാജകൃഷ്ണൻ, ആശാ മേനോൻ, നരേന്ദ്രപ്രസാദ്, M തോമസ് മാത്യു തുടങ്ങിയവരാണ് കൂട്ടത്തിൽ പെടുന്ന ആളുകൾ. പുതിയ എഴുത്തുകാർ മനുഷ്യാസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളും മനുഷ്യാവസ്ഥയെപ്പറ്റിയുള്ള ഉത്കണ്ഠകളും അതുപോലെ അന്യതാബോധവും ഏകാന്തതയും ആത്മശൈഥില്യവും ആത്മവഞ്ചനയുമെല്ലാം തീർത്തും ഭിന്നമായ വാക്കുകളിലും ബിംബങ്ങളിലൂടെയും അല്ലെങ്കിൽ കാൽപ്പനികതകൾ നിറച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്നു. പ്രധാനമായും അസ്തിത്വ ചിന്തയാണ് അവരെ വേട്ടയാടിയിരുന്നത്. അവയെ പാശ്ചാത്യ തത്വചിന്തയുമായി ബന്ധപ്പെടുത്തി പഠിക്കുക എന്ന ആയാസകരമായ പ്രവൃത്തിയിലാണ് അവർ വ്യാപിച്ചിരുന്നത്. പരമ്പരാഗതവും സങ്കുചിതവുമായ വീക്ഷണത്തിൽ നിന്നും സാഹിത്യത്തെ മോചിപ്പിച്ച അനേകം അർത്ഥധ്വനികൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. അതുവഴി മലയാളികളുടെ സംവേദനത്വത്തെയും ആസ്വാദന രീതിയെയും അത് മാറ്റിത്തീർത്തു. രാക്ഷസീയ ശക്തിയായി മാറിക്കഴിഞ്ഞ അധികാര സ്ഥാപനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്നതിനെതിരെയുള്ള കലാപവും വിലാപവും തിരിച്ചറിയാൻ ആധുനിക വിമർശനത്തിന് കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികർ പറയുന്നുണ്ട്. ആധുനിക സാഹിത്യം പോലെ തന്നെ ആധുനിക നിരൂപണവും സുഗമമായ വായന നൽകുന്നില്ലെന്ന പരാതിയും അവർക്കുണ്ട്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് വരികയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഗുരുവിൻ്റെ സംഭാവനകളാണ്, മലയാള നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകളാണ് ഈ ലേഖനത്തിലുടനീളം അദ്ദേഹം പറയുന്നത്. നമുക്ക് ശ്രീനാരായണ ഗുരു ചരിത്രത്തിനും മനുഷ്യകുലത്തിനും വേണ്ടി ചെയ്ത സംഭാവനകളെ വിലയിരുത്തുകയാണ് ഈ പാഠഭാഗത്തിൽ ലേഖകൻ ചെയ്യുന്നത്. വിഭാഗീയതയും സങ്കുചിതത്വവും തൊട്ടുകൂടായ്മയും നിറഞ്ഞ് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ചികിത്സിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനവിക വിരുദ്ധമായ ആശയങ്ങളാൽ നയിക്കപ്പെടുന്നവരെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ച് ശിഷ്യന്മാരാക്കി. സൃഷ്ടാവായ ദാർശനികനും ആദർശ മാനവികതയുടെ തത്വചിന്തകനുമായിരുന്നു ഗുരു.
അതുകൊണ്ടാണ് ഒരു മതത്തെക്കുറിച്ചും ഒരു ദൈവത്തെക്കുറിച്ചും അദ്ദേഹം ചരിത്രത്തോട് സംസാരിച്ചത്. ഒറ്റ മതമുള്ള ഒരൊറ്റ സംസ്കാരം എന്നുള്ള രീതിക്ക് സംസാരിച്ചതും അതുകൊണ്ടാണ്. മതമല്ല, മനുഷ്യൻ നന്നാവണം എന്നായിരുന്നു ഗുരുവിൻ്റെ സ്വപ്നം. ഒരാളുടെ സാന്നിധ്യത്താൽ മറ്റുള്ളവർക്ക് ആത്മശക്തിയും അതുപോലെ തന്നെ എന്താ പറയുക, ആധ്യാത്മികമായ ഉയർച്ചയും കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്? ഒരു ഗുരുവാണ്. ഭാരതീയ ഭാവനയിൽ ഗുരു എന്താണ്? വൈദ്യനാണ്. ഭാരതീയരുടെ ചിന്തയിൽ ഗുരു വൈദ്യനാണ്. ശ്രീനാരായണ ഗുരു വ്യക്തിയുടെ ഭാവരോഗത്തെ അല്ല പ്രധാനമായും ചികിത്സിച്ചത്, പിന്നെയോ അദ്ദേഹം ചരിത്രത്തിൻ്റെ മാനവിക ചികിത്സകനായിരുന്നു എന്നാണ്. അപമാനിതനായ മനുഷ്യൻ ചരിത്രത്തിൽ നിറച്ച നൈരാശ്യങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കാനാണ് ആര് ശ്രമിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരു ശ്രമിച്ചിരുന്നത്. ചരിത്രത്തിൻ്റെ പരിതസ്ഥിതി മനസ്സിലാക്കിയ തത്വചിന്തകനായിരുന്നു ശ്രീനാരായണ ഗുരു. അടിമത്തത്തെ ജനിപ്പിക്കുന്നതിലും അതിനെ വർദ്ധിപ്പിക്കുന്നതിലും സംഘടിത മതങ്ങൾക്കുള്ള പങ്ക് ഗുരു അറിഞ്ഞിരുന്നു. സാധാരണ സന്യാസികളെപ്പോലെ സന്മാർഗത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല. മതാനുശാസനത്തിൻ്റെ സേവകനെ പോലെ ഒരിക്കലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ആര്? ശ്രീനാരായണ ഗുരു സംസാരിച്ചിട്ടില്ല. ആദർശ മാനവികതയിലൂടെയുള്ള യാത്രയിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ നിരീശ്വര മാനവികതയെ ഗുരു അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഗുരു സ്ഥാപിച്ച പ്രതിഷ്ഠകളിൽ ഏകദൈവം എന്ന വിശ്വാസം പരീക്ഷണ വിധേയമായിരുന്നില്ല. സോക്രട്ടീസിനെ പോലെ ഭൗതികമായ ഇല്ലാതെ വിഗ്രഹത്തിൽ നിന്നും ഏകദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങൾ എന്ന ആശയത്തിലേക്കും ജനങ്ങളുടെ ആഗ്രഹങ്ങളെ നയിക്കുകയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അല്ലാതെ ചരിത്രത്തെ ഞൊടിയിടയിൽ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ദൈവശാസ്ത്രപരമായ കടുംപിടുത്തങ്ങളൊന്നുമില്ലാത്ത ദൈവകേന്ദ്ര മാനവികതയായിരുന്നു ഗുരുവിൻ്റേത് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. മാനുഷിക മൂല്യങ്ങളുടെ ഗഹനതയിൽ ദൈവാനുഭവം പ്രവർത്തിക്കുമെന്ന് ഗുരുവിന് അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിയാമായിരുന്നു. ദൈവകേന്ദ്രമായ ആദർശ മാനവികതയെ ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്താൽ നിറയ്ക്കാൻ ഗുരു ശ്രമിച്ചിട്ടുണ്ട്. കളവങ്കോടിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ വെളിപാടും അവിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ അവിശ്വാസികൾക്കുള്ള അല്ലെങ്കിൽ അവിശ്വാസം സംബന്ധിച്ചുള്ള ക്ഷമാപണവുമായിരുന്നു അതെന്നാണ്. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന ഭാഷയായിരുന്നു കണ്ണാടി പ്രതിഷ്ഠ. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ സൗഹാർദ്ദ സമീപനത്തോടെ പൗരോഹിത്യത്തിൻ്റെ അധികാര പിടിച്ചെടുക്കലായിരുന്നു എന്നും ലേഖകൻ പറയുന്നുണ്ട്. ദൈവശാസ്ത്രപരമായ വിശ്വസനീയത സൃഷ്ടിക്കൽ അതായത് അങ്ങനെ ഒരു വിശ്വസനീയത സൃഷ്ടിക്കൽ എന്നതിനുപരി അതിലുപരിയായിട്ട് സാമൂഹികവും ചരിത്രപരവുമായ അധികാരത്തെ പിടിച്ചെടുക്കലായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ ഒരു രഹസ്യവാദമുണ്ടായിരുന്നു. ഇതിൽ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ ഒരു രഹസ്യവാദമുണ്ടായിരുന്നു. അതെന്താണ്? രാഷ്ട്രീയ മിസ്റ്റിസിസമായിരുന്നു എന്ന ലേഖകൻ പറയുന്നുണ്ട്. വർഗരഹിത സമുദായമല്ല, ജാതിരഹിത സമുദായമായിരുന്നു ഗുരുവിൻ്റെ ചിന്തയിലെ ഭാവി പദ്ധതി. വിശക്കുന്നവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ, പന്തിഭോജനത്തിൽ സോഷ്യലിസ്റ്റ് ധാർമ്മിക മൂല്യങ്ങളുടെ രാഷ്ട്രീയ രഹസ്യവാദമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ സാമൂഹിക നീതിയും പ്രായോഗിക മാനവികതയും ഒന്നും എന്താവില്ല, രണ്ടും കൂടി വ്യത്യസ്തമാവില്ല. രണ്ടും വ്യത്യസ്തമാവില്ല. ശിവപ്രതിഷ്ഠയും പന്തിഭോജനവും നിലവിലുള്ള അർത്ഥത്തെ മാറ്റി എഴുതിക്കൊണ്ട് മറ്റു ലോകങ്ങളിലേക്ക് കുതിച്ചു. അത് ആദർശ മാനവികതയുടെ ലോകമായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കേന്ദ്രം നന്നായി തീരുന്ന മനുഷ്യനായിരുന്നു. ഗുരു വിഭാവനം ചെയ്ത ഈ മനുഷ്യനിൽ നമുക്ക് വിശ്വസിക്കാമെന്നാണ് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. കാരണം അതൊരു ജനതയുടെ രക്തത്തെ പ്രബുദ്ധമാക്കുന്നുണ്ട്. അതുപോലെ മതരഹിതമായ ആത്മീയതയുടെ ഭാഗമാണെന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട മനുഷ്യൻ നമുക്ക് ആവശ്യവുമാണ്. യഥാർത്ഥത്തിലാണോ ഭാവനയിലോ അനിവാര്യമാകേണ്ട ജീവിതവും തത്വചിന്തയുമായിരുന്നു ഗുരുവിൻ്റേത്. യഥാർത്ഥത്തിൽ ഗുരു ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഭ ഇങ്ങനെ ഒരു ഗുരുവിനെ ഭാവന ചെയ്യുമായിരുന്നു എന്നും നമ്മുടെ ലേഖകൻ, അതായത് ഇങ്ങനെ ഒരു ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സാംസ്കാരിക പ്രതിഭയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗുരുവിനെ ഭാവന ചെയ്യുമായിരുന്നു, രൂപപ്പെടുത്തിയെടുക്കുമായിരുന്നു, ഭാവനയിൽ കാണുമായിരുന്നു എന്ന ലേഖകൻ പറയുന്നുണ്ട്. ലളിതാംബിക അന്തർജനമോ സക്കറിയയോ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയോ തങ്ങളുടെ രചനകളിൽ ഇത് ചെയ്യുമായിരുന്നു എന്നും ലേഖകൻ പറയുന്നു. അപ്പോൾ അത് ചെയ്യാൻ കഴിവുള്ള കുറച്ച് ആളുകളായിട്ട് അദ്ദേഹം കാണുകയാണ്. ആരൊക്കെയാണ്? ലളിതാംബിക അന്തർജനം, സക്കറിയ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹിത്യകാരന്മാർ അങ്ങനെ ഒരു ഗുരുവിനെ, ഈ ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിനെ ഭാവന ചെയ്യേണ്ടി വരുമായിരുന്നു, അത് കേരളത്തിന് ആവശ്യമായിരുന്നു എന്നാണ് അപ്പോൾ ആരുടെ വാദം? നമ്മുടെ ലേഖകൻ്റെ വാദം. ശ്രീനാരായണ ഗുരു കേരളത്തിന് നൽകിയ സംഭാവനയെ വ്യത്യസ്തമായി തൻ്റേതായ രീതിയിൽ വിലയിരുത്തുകയാണ് ആര് ചെയ്യുന്നത്? കെ.
പി അപ്പൻ എന്ന നമ്മുടെ ലേഖകൻ ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ നൈരാശ്യങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ വൈദ്യനായിട്ട് ആരെ കണക്കാക്കുന്നു? ഗുരുവിനെ അദ്ദേഹം വിഭാവനം ചെയ്തത് അതിനൊരു ഉദാഹരണമാണ്. കളവങ്കോടിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തിനുള്ള വെളിപാടും അവിശ്വാസിക്കുള്ള ക്ഷമാപണവുമായി കരുതുന്നതിൽ കെ പി അപ്പൻ്റേത് മാത്രമായൊരു ശൈലിയും ദർശനവും നമുക്ക് കാണാൻ കഴിയും. ഗുരുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ലേഖകൻ കാണുന്നത് മാനവികതാ ദർശനമാണ്, മനുഷ്യത്വത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. പദ്യഭോജനത്തിലും ശിവപ്രതിഷ്ഠയിലുമെല്ലാം ഇതാണ് കാണുന്നത്. ഗുരുദേവൻ്റെ ഈ മാനവികതാ ദർശനം ചരിത്രത്തിൻ്റെയും അന്നത്തെ സമൂഹത്തിൻ്റെയും ആവശ്യമായിരുന്നു എന്നും ലേഖകൻ പറയുന്നുണ്ട്. മതരഹിതമായ ആത്മീയത അന്നത്തെ നമ്മുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യം കണ്ടറിഞ്ഞ് നിർവഹിക്കുകയാണ് ആര് ചെയ്തത്? ശ്രീനാരായണ ഗുരു ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ യൂണിറ്റ് വരുന്നത്. ഓക്കെ, താങ്ക്സ്.